ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 57. പെസഹ തിരുനാളിന് ശേഷം 6 ശിഷ്യന്മാരോട് കൂടി ഈശോ നസ്രത്തിലേക്ക് മടങ്ങിവരുന്നു. ഈശോ തൻ്റെ സഹോദരനായ യൂദായോടും 6 ശിഷ്യന്മാരോടും കൂടി നസ്രത്തിന് അടുത്തെത്തി. അവർ ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ഗ്രാമത്തിലെ വെള്ളപൂശിയ വീടുകൾ കാണാം. വീടുകൾക്ക് ചുറ്റും തഴച്ചു വളരുന്ന മരങ്ങളുണ്ട്. കുന്നിൻ്റെ ചെരുവിൽ പല തട്ടുകളിലാണ് വീടുകൾ പണിതിരിക്കുന്നത്. കുന്നിൻ്റെ ചെരിവ് ചിലയിടത്ത് നിസ്സാരമാണ്, മറ്റു ചിലയിടത്ത് കുത്തനെ ചെരിവുണ്ട്. സ്നേഹിതരെ, നാം നസ്രത്തിൽ എത്തിക്കഴിഞ്ഞു. അതാണ് എൻ്റെ വീട്. വീട്ടിൽ നിന്നും പുക ഉയരുന്നുണ്ട്. അമ്മ വീട്ടിൽ കാണും. ഒരുപക്ഷെ അമ്മ അപ്പം ചുടുകയാകാം. എൻ്റെ കൂടെ താമസിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ പോകാനായിരിക്കും ഇഷ്ടം. എന്നാൽ എന്നോടൊപ്പം അപ്പം പങ്കിടാനും അമ്മയെ കാണാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാം. ജോൺ അമ്മയെ നേരത്തെ കണ്ടിട്ടുണ്ട്. പരസ്പരം വേർപിരിയണമല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരുന്ന 6 ശിഷ്യന്മാരും ഈ ക്ഷണം കേട്ട് വീണ്ടും സന്തോഷിച്ചു. എല്ലാവരും ഉത്സാഹപൂർവ്വം ക്ഷണം സ്വീകരിച്ചു. നമുക്ക് പോകാം. അവർ വേഗം കുന്നിറങ്ങി നസ്രത്തിൻ്റെ പ്രധാന തെരുവിലൂടെ നടന്നു. വൈകുന്നേരമാണ്. ചൂട് ഇനിയും അടങ്ങിയിട്ടില്ല. എങ്കിലും സായം സന്ധ്യയുടെ നീണ്ട നിഴലുകൾ വയലുകളിൽ വീണു തുടങ്ങി. അവിടെ ഗോതമ്പ് വിളയാറായി. കതിര് പഴുത്തു തുടങ്ങി. അവർ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നു. സ്ത്രീകൾ വെള്ളമെടുക്കാൻ ഊറ്റിലേക്ക് വരികയും പോകുകയും ചെയ്യുന്നു. പണിശാലകളുടെ ഉമ്മറത്ത് നിൽക്കുന്ന പണിക്കാരും അടുക്കളത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരും ഈശോയെയും ജെയിംസിനെയും കണ്ട് കുശലം ചോദിക്കുന്നു. നീ തിരിച്ചു പോന്നോ? നീ ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണോ? എൻ്റെ ഉന്തുവണ്ടിയുടെ ചക്രം വീണ്ടും ഒടിഞ്ഞു. നീ അറിഞ്ഞോ, എനിക്കൊരു കൊച്ചു പെങ്ങൾ പിറന്നിരിക്കുന്നു. അവൾക്ക് മേരി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞാൻ വേദപാഠങ്ങളെല്ലാം പഠിച്ചു. ശരിക്കും നിയമജ്ഞനാണ് ഞാൻ എന്ന് പള്ളിക്കൂടത്തിലെ സാറ് പറയുന്നു. സാറ ഇവിടെ ഇല്ല. അവളുടെ അമ്മയ്ക്ക് സുഖക്കേട് കൂടുതലാണ്. അവൾ പേടിച്ച് കരയുകയാണ്. എൻ്റെ ചേട്ടൻ ഐസക്കിൻ്റെ കല്യാണം കഴിഞ്ഞു. വലിയൊരു വിരുന്നായിരുന്നു. ഈശോ ശ്രദ്ധിച്ചു കേൾക്കുന്നു, വാത്സല്യം കാണിക്കുന്നു, അഭിനന്ദിക്കുന്നു, സഹായം വാഗ്ദാനം ചെയ്യുന്നു. അവർ മെല്ലെ നടന്ന് വീട്ടിലെത്തുന്നു. ആരോ പോയി പറഞ്ഞ് ഈശോ വരുന്ന വിവരം മേരി അറിഞ്ഞിരിക്കുന്നു. അവൾ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. മകനേ, അമ്മേ. അവർ പരസ്പരം ആശ്ലേഷിക്കുന്നു. ഈശോയേക്കാൾ പൊക്കം കുറഞ്ഞ മേരി മകൻ്റെ മാറിൽ തല ചായ്ച്ച് നിൽക്കുകയാണ്. ഈശോയുടെ കരങ്ങളിലാണ് മേരി. മകൻ അമ്മയുടെ ചെമ്പിച്ച മുടി ചുംബിക്കുന്നു. അവർ വീട്ടിനകത്തേക്ക് പോകുന്നു. ശിഷ്യന്മാരെല്ലാം പുറത്തു നിൽക്കുന്നതേയുള്ളൂ. യൂദായും ഉള്ളിലേക്ക് പോകുന്നില്ല. കുറേ നേരത്തേക്ക് അമ്മയെയും മകനെയും സ്നേഹപ്രകടനങ്ങൾക്കായി തനിയെ വിടാനാണ് അവർ പുറത്തു നിൽക്കുന്നത്. ഈശോ, മകനെ. മേരിയുടെ സ്വരം ഏങ്ങിക്കരയുന്നതുകൊണ്ട് ശ്വാസം മുട്ടി പറയുന്നത് പോലുണ്ട്. അമ്മ എന്താണ് ഇത്ര വിഷമിക്കുന്നത്? മകനെ, അവർ എന്നോട് പറഞ്ഞു. അന്ന് ദേവാലയത്തിൽ ഗലീലിയക്കാരായ കുറേ പേർ ഉണ്ടായിരുന്നു, കുറേ നസ്രാണികളും. അവർ തിരിച്ചു വന്നപ്പോൾ സംഭവിച്ചതെല്ലാം എന്നോട് പറഞ്ഞു. എൻ്റെ മകനെ, ഞാൻ സുഖമായിരിക്കുന്നത് അമ്മ കാണുന്നില്ലേ? എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ വീട്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. പൊന്നുമകനെ, അതെനിക്കറിയാം. ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തുന്ന കാഹളമായിരുന്നു അതെന്ന് എനിക്കറിയാം. ദൈവത്തെ മഹത്വപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഈ ജനം ദൈവത്തെ അറിയാൻ തുടങ്ങുന്നതിൽ, നിദ്രയിൽ നിന്നുണരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ നിനക്ക് തടസ്സമായി നിൽക്കുകയുമില്ല. എനിക്ക് നിന്നെ അറിയാം. ഞാൻ സന്തുഷ്ടയാണ്. എന്നാലും നീ എൻ്റെ മകനാണ്. മേരി ഇപ്പോഴും ഈശോയുടെ കൈകളിൽ തന്നെ. കൈകൾ മകൻ്റെ മാറത്ത് അമർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു നിൽപ്പുണ്ട്. ഏത് നിമിഷവും പുറത്തേക്ക് ഒഴുകുവാൻ തയ്യാറായി.
അവൾ ഇപ്പോൾ നിശബ്ദയാണ്. തല മകൻ്റെ മാറിൽ ചായ്ച്ചു വച്ചിരിക്കുന്നു. തവിട്ടു നിറത്തിലുള്ള ഒരു പ്രാവിനെ പോലെയാണ് അവൾ. ഈശോ ധരിച്ചിരിക്കുന്ന വെളുത്ത കുപ്പായവും മേലങ്കിയും വെളുത്ത് ചിറകുകൾ പോലെയുണ്ട്. അവൾ ധരിച്ചിരിക്കുന്നത് തവിട്ടു നിറത്തിലുള്ള ഒരു ഉടുപ്പാണ്. പാവം പാവം അമ്മ. ഈശോ അവളെ വീണ്ടും ചുംബിച്ചു. ഏതായാലും ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയല്ലോ. ഞാൻ തനിച്ചല്ല. എൻ്റെ ആദ്യ ശിഷ്യന്മാർ എന്നോടൊപ്പമുണ്ട്. കുറേ ശിഷ്യന്മാരെ യൂദയായിൽ വിട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരൻ യൂദ എൻ്റെ കൂടെ ഉണ്ട്. അവനും എൻ്റെ ശിഷ്യനാണ്. യൂദായോ? അതെ, യൂദ തന്നെ. അമ്മ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ദേവാലയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഇവിടെ വന്ന് പറഞ്ഞവരിൽ അൽഫേയൂസും മക്കളും കാണും. അവർ എന്നെ കുറ്റപ്പെടുത്തിയിരിക്കും. പേടിക്കണ്ട. ഇന്നിങ്ങനെ, നാളെ ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഭൂമി കൃഷി ചെയ്യുന്നത് പോലെയാണ് ആളുകളെ പരിശീലിപ്പിച്ചെടുക്കുന്നത്. മുള്ളുള്ളിടത്ത് റോസപ്പൂക്കളും ഉണ്ടായിരിക്കും. അമ്മയുടെ പ്രിയപ്പെട്ട യൂദ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെയാണ്. അവൻ ഇപ്പോൾ എവിടെയാണ്? പുറത്ത് മറ്റുള്ളവരുടെ കൂടെയുണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടത്ര റൊട്ടി ഇവിടെയുണ്ടോ? ഉണ്ട്. അൽഫേയൂസിൻ്റെ മേരി ബോർമയിൽ നിന്നും റൊട്ടി പുറത്തെടുക്കുകയാണ്. അവൾ എനിക്ക് വലിയ സഹായമാണ്, പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത്. ദൈവം അവളെ അനുഗ്രഹിക്കും. ഈശോ വാതിൽക്കലേക്ക് പോയി ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു. യൂദ, നിന്റെ അമ്മ ഇവിടെ ഉണ്ട്. ചങ്ങാതിമാരെ, അകത്തേക്ക് വരൂ. അവരെല്ലാവരും വീട്ടിനുള്ളിൽ പ്രവേശിച്ച് ഈശോയുടെ അമ്മയെ നമസ്കരിക്കുന്നു. യൂദ മറിയത്തെ ചുംബിച്ച ശേഷം അവൻ്റെ അമ്മയെ തേടി അകത്തേക്ക് ഓടുന്നു. ഈശോ അമ്മയ്ക്ക് ശിഷ്യന്മാരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഓരോരുത്തരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. പത്രോസ്, ആൻഡ്രു, ജെയിംസ്, നഥാനിയേൽ, ഫിലിപ്പ്. ജോൺ മേരിയെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് യൂദ മേരിയോട് സംസാരിച്ച ഉടനെ അവളുടെ അടുത്തെത്തി തല കുനിച്ചു നിന്നു. മേരി അവനെ അനുഗ്രഹിച്ചു. മേരി എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ഈശോയിൽ നിന്ന് കണ്ണു പറിക്കാൻ മടിയാണെങ്കിലും അവൾ ഗൃഹനാഥയാണ്. അവൾ അതിഥികളെ അന്വേഷിക്കണം. മകനോട് കണ്ണുകൾ കൊണ്ട് അവളുടെ ആത്മാവ് സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നും. അവൾ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, അത് വേണ്ട, അമ്മ മകൻ്റെ അടുത്ത് ഇരുന്നോളൂ. ഞങ്ങൾ തനിയെ അടുക്കളത്തോട്ടത്തിലേക്ക് പോയിക്കൊള്ളാം. വെള്ളം എടുത്തു കുടിച്ചുകൊള്ളാം. അൽഫേയൂസിൻ്റെ മേരി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. അവളുടെ മുഖം ചുവന്നിരിക്കുന്നു. ദേഹമാസകലം ഗോതമ്പ് പൊടിയാണ്. അവൾ ഈശോയെ വണങ്ങുന്നു. ഈശോ അവളെ അനുഗ്രഹിക്കുന്നു. അവൾ പിന്നീട് ശിഷ്യന്മാർ 6 പേരെയും അടുക്കളത്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് വെള്ളം എടുക്കുന്ന ഉറവ. അവൾ സന്തുഷ്ടിയായി തിരിച്ചു വന്നു. എൻ്റെ മേരി, യൂദ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം. നിന്നെ ഓർത്തും യൂദായെ ഓർത്തും ഞാൻ സന്തോഷിക്കുന്നു. വീട്ടിലുള്ളവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തും. എനിക്കറിയാം. അത് സാരമില്ല. അവരെല്ലാവരും ഒരു ദിവസം ഈശോയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ അന്ന് ഞാൻ ഭാഗ്യവതിയായിരിക്കും. അമ്മമാരായ നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് നല്ലതെന്താണെന്ന്. ഈശോയെ, നീയാണ് ഞങ്ങളുടെ കുട്ടികളുടെ സമ്പത്ത്. ഈശോ മേരിയുടെ തലയിൽ തലോടുന്നു. അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. ശിഷ്യന്മാർ തോട്ടത്തിൽ നിന്ന് വീട്ടിനുള്ളിലേക്ക് മടങ്ങി വരുന്നു. അൽഫേയൂസിൻ്റെ മേരി അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. നല്ല വാസനയുള്ള റൊട്ടിയും ഒലിവുകായും ചീസും. അവൾ അകത്തുനിന്ന് ഒരു ചെറിയ വീഞ്ഞുകുടം എടുത്തുകൊണ്ടുവരുന്നു. ഈശോ ചങ്ങാതിമാർക്ക് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നു. എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നതും വേണ്ടത് എടുത്തു കൊടുക്കുന്നതും ഈശോയാണ്. ആദ്യമാദ്യം ശിഷ്യന്മാർക്ക് ചെറിയ ഒരു അങ്കലാപ്പുണ്ട്. മെല്ലെ അസ്വസ്ഥത മാറി. അവർ ശാന്തരായി. ഉള്ളു തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. തങ്ങളുടെ വീടുകളെപ്പറ്റിയും ജെറുസലത്തേക്കുള്ള യാത്രയെപ്പറ്റിയും ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെപ്പറ്റിയും അവർ സംസാരിച്ചു. അവർക്ക് ഗുരുവിനോട് വലിയ സ്നേഹമാണ്. അവർക്കെല്ലാം വലിയ ഉത്സാഹമാണ്. ബെത്സയിദായിൽ കാത്തുകെട്ടി കിടക്കാതെ ഉടനെ ശിഷ്യനായി തന്നെ സ്വീകരിക്കാൻ ഈശോയോട് ശുപാർശ ചെയ്യണമെന്ന് പത്രോസ് മേരിയോട് അഭ്യർത്ഥിക്കുന്നു.
ഈശോ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് മേരി പുഞ്ചിരിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു. ഉടനെ ശിഷ്യനാകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അല്പം കാത്തിരിക്കുന്നതാണ്. എൻ്റെ മകൻ ഈശോ എപ്പോഴും വേണ്ടത് ചെയ്യുന്നവനാണ്. പത്രോസിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. പക്ഷേ അവൻ തടസ്സമായി ഒന്നും പറയുന്നില്ല. ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുമോ എന്ന് മാത്രം ചോദിച്ചു. ഈശോ പത്രോസിനെ നോക്കി പുഞ്ചിരിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. പുഞ്ചിരിക്കുന്നത് ശുഭസൂചകമാണ് എന്ന് മേരി മനസ്സിലാക്കുന്നു. യോനായുടെ മകനായ ശീമോനെ, ഈശോ പുഞ്ചിരിക്കുന്നത് കണ്ടില്ലേ? നിനക്ക് ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല. തടാകത്തിൻ്റെ മുകളിൽ കൂടി വാനമ്പാടി പറക്കുന്ന വേഗത്തിൽ നിന്റെ കാത്തിരിപ്പ് അവസാനിക്കും. അമ്മേ, വലിയ ഉപകാരം. യൂദ, നിനക്കൊന്നും പറയാനില്ലേ? ജോൺ, നിനക്കും? ഞാൻ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു. അന്ന് 3 ജോഡി കണ്ണുകൾ സ്നേഹപൂർവ്വം എന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ 3 വിദ്യാർത്ഥികളെ അമ്മ ഓർക്കുന്നുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഏതാണ്ട് അതേ പ്രായത്തിലുള്ള 3 ആളുകൾ നിന്നെ സ്നേഹാദരവോടെ ഉറ്റുനോക്കുകയാണ്. ഈശോ അന്ന് എങ്ങനെ ഇരുന്നുവോ അങ്ങനെയാണ് ഇപ്പോൾ ജോൺ. അതേ പ്രായം, ചുവന്ന മുഖം, സുന്ദരമായ രൂപം, ചെറുപ്പം. കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി കൂടുതൽ കേൾക്കാൻ എല്ലാവർക്കും മോഹമുണ്ട്. അമ്മ പഴയ കാലങ്ങൾ അയവിറക്കുന്നു. പഴയ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. നേരം ഇരുട്ടി തുടങ്ങി. ചങ്ങാതിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും കിടക്കാൻ ഇവിടെ സ്ഥലമില്ല. ഞാൻ പണിയെടുത്തിരുന്ന പണിപ്പുര തൊട്ടടുത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വിശ്രമിക്കാം. പക്ഷേ പണിപ്പുരയിൽ ബെഞ്ചുകൾ മാത്രമേയുള്ളൂ. വള്ളത്തിലെ വീതി കുറഞ്ഞ പലകയിൽ കിടന്നുറങ്ങി ശീലിച്ച മുക്കുവന്മാർക്ക് ബെഞ്ച് ധാരാളം മതി. അങ്ങയുടെ വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്, അനുഗ്രഹമാണ്. എല്ലാവരും ഉറങ്ങാൻ പോയി. യൂദ അവൻ്റെ അമ്മയോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി. മുറിയിൽ ഈശോയും മറിയവും മാത്രമായി. 2 പേരും പെട്ടിയുടെ പുറത്താണിരുന്നത്. ഒരു ചെറിയ എണ്ണവിളക്ക് കത്തി നിൽപ്പുണ്ട്. മേരിയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഈശോ ഇരിക്കുന്നത്. മേരിയുടെ കൈ ഈശോയുടെ തോളിലും. അടുത്ത കാലത്ത് താൻ നടത്തിയ യാത്രയെപ്പറ്റി ഈശോ വിവരിച്ച് പറയുന്നു. ആനന്ദമഗ്നയായി മേരി ശ്രദ്ധിച്ചു കേൾക്കുന്നു. ആകാംക്ഷയും ആനന്ദവും ആ മുഖത്ത് സ്ഫുരിക്കുന്നു. ദർശനം ഇവിടെ അവസാനിക്കുന്നു.